Hi, welcome to Tech Anand. നമ്മൾ ഒരു സ്പീക്കറിൽ ഏത് സ്പീക്കർ എടുത്താലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്പീക്കറുകളിലൊക്കെ അതിൻ്റെ ട്വീറ്ററിനോട് ഒരു കപ്പാസിറ്റർ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് കപ്പാസിറ്ററോ ഏതെങ്കിലും ഒരു ടൈപ്പ് കപ്പാസിറ്റർ അതിൽ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കപ്പാസിറ്ററിൽ കൂടിയാണ് ഈ ട്വീറ്ററിലേക്കുള്ള സിഗ്നൽ കൊടുക്കുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്, അത് ഏത് ടൈപ്പ് കപ്പാസിറ്ററാണ് നമ്മൾ ശരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്, ഈ ഇലക്ട്രോണിക് ആണോ അല്ല വേറെ ടൈപ്പാണോ ശരിക്കും യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കപ്പാസിറ്ററിന്റെ ഉപയോഗം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഈ കപ്പാസിറ്റർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് നമ്മൾ സിഗ്നൽ, ഫുൾ റേഞ്ച് സിഗ്നൽ, ഇത് നമ്മുടെ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൽ നിന്ന് നമ്മുടെ സ്പീക്കറിലേക്ക് ഫുൾ റേഞ്ച് സിഗ്നൽ കൊടുക്കുന്നു. ആംപ്ലിഫയറിൽ നിന്ന് 20 ഹെർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയുള്ള എന്താ പറയുക ഫ്രീക്വൻസീസ് ആണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മ്യൂസിക്കിലുള്ള നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസീസ് 20 to 20,000 ഹേർട്സ് ആണ്. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് വരും, നമ്മുടെ സ്പീക്കറിലേക്ക് വരും. അത് നേരിട്ട് നമ്മുടെ ട്വീറ്ററിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്വീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 1500 മുതൽ 2000 വരെയുള്ള ഹേർട്സിലുള്ള ഫ്രീക്വൻസീസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്വീറ്ററിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ ഫാസ്റ്റ് മൂവ്മെന്റിലാണ് ഹൈ ഫ്രീക്വൻസീസ് വരിക. ഹൈ ഫ്രീക്വൻസീസിൽ ഇതിന്റെ ഡയഫ്രം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റാണ് വരിക. അതിന് വളരെ ചെറിയൊരു പവർ മാത്രം മതിയാവും. പക്ഷേ നമ്മുടെ വൂഫേഴ്സിലൊക്കെ വളരെ വലിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്വീറ്ററിനേക്കാളും സൈസ് വളരെ കൂടുതലായിരിക്കും വൂഫേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ എയർ തള്ളുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ എയർ പ്രഷർ കൊടുക്കണം. കൂടുതൽ എയറിലേക്ക് പ്രഷർ കൊടുത്താലാണ് നമുക്ക് ബേസ് ഫ്രീക്വൻസീസിലുള്ള ഇത് കിട്ടുള്ളൂ. അതിന് തന്നെ അതിൻ്റെ ബേസ് ഫ്രീക്വൻസി സിഗ്നൽസ് കുറച്ചുകൂടി പവർ കൂടിയ സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ ആ പവർ കൂടിയ സിഗ്നൽസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ തള്ളുകയും ഇതിൻ്റെ ഡയഫ്രം കേടായി പോകാനും ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് വന്നിട്ട് ഇതിൻ്റെ കോയിൽ കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള ഫ്രീക്വൻസി നമുക്ക് ലിമിറ്റ് ചെയ്യണം. ആ ഫ്രീക്വൻസി, ലോ എൻഡ് ഫ്രീക്വൻസീസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ആയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പാസിറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിന് മുകളിലേക്ക് അതിന് താഴേക്ക് അത് കടത്തി വിടില്ല. അതായത് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഹൈ എൻഡ് മുതൽ ലോ എൻഡ് വരെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസ് അനുസരിച്ചിട്ട് അതിന്റെ ലോ എൻഡ് ഫ്രീക്വൻസീസിനെ അത് കട്ട് ചെയ്യും, ഇതിലേക്ക് കടത്തി വിടില്ല. നമ്മൾ കപ്പാസിറ്റർ ട്വീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിം എന്നൊരു സിമുലേഷൻ പ്രോഗ്രാം, അതായത് അത് സിമുലേറ്റ് ചെയ്യും. അത് സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരും എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് എന്നുള്ളത്. അപ്പോൾ എക്സിം എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എക്സിമിൽ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡ്രൈവറാണ്. അപ്പോൾ നമ്മുടെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവർ ഒരു ഐവൈയുടെ മെഷർമെൻറ്റ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട്, ഒരു അവാർഡിൻ്റെ ട്വീറ്ററിൻ്റെ, അവാർഡ് നിയോഡിനം ട്വീറ്ററിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ അത് ലോഡ് ചെയ്യാൻ വേണ്ടി ഇതൊരു ട്യൂൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ, അവാർഡ് ട്വീറ്ററിൻ്റെ FRD ഫ്രീക്വൻസി റെസ്പോൺസ് ആണത്. അത് ഞാൻ ഇതിലേക്ക് ലോഡ് ചെയ്തു. ഇതിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആംപ്ലിഫയറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരും. ഇപ്പോൾ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഗ്രൗണ്ട് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിലേക്ക് ഗ്രൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതാണ് ആ സ്പീക്കറിൻ്റെ, ഇതാ ട്വീറ്ററിൻ്റെ. ആ ട്വീറ്ററിലേക്ക് ഫുൾ റേഞ്ച് ഫ്രീക്വൻസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആംപ്ലിഫയറിൽ നിന്ന് നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കർവാണ് കിട്ടുക. അതായത് ഒരു 1000 മുതൽ ഒരു 2000 വരെ ഒരു ഫ്രീക്വൻസി കൂടുന്നു, അവിടെ നിന്ന് പിന്നെ വീണ്ടും കുറയുന്നു, പിന്നെ വീണ്ടും ഒരു സമതലത്തിലേക്ക് എത്തുന്നു. ഇവിടെ ഈ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ, അതായത് 5.2 മുതൽ ഒരു 14 കിലോ ഹെർട്സ് വരെ ഇതിന് വളരെ യൂസബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി. ഈ ഒരു ഫ്രീക്വൻസിയാണ് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. 14 കിലോ ഹെർട്സിന് മുകളിൽ, 15 കിലോ ഹെർട്സിന് മുകളിൽ താഴേക്ക് വരുന്നത്, അത്ര അധികം താഴേക്ക് വരുന്നില്ല. ഒരു 3 dB വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 dB കുറവ് വരെ എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരെ യൂസ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 5 കിലോ ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് ഈ ട്വീറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതിൽ ഡിഫറൻസ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവറിൻ്റെ മാത്രം പെർഫോമൻസ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ ഗ്രീൻ കളർ കാണുന്നതാണ് ഈ ഡ്രൈവറിൻ്റെ പെർഫോമൻസ്. ഇതും സെയിം ആയിരിക്കും ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പാസിറ്റർ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യണം.
നമ്മൾ ആംപ്ലിഫയറും ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള ലൈനാണ് ഈ റെഡ് ലൈൻ വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള ഫ്രീക്വൻസീസിനെ ഇത് കട്ട് ചെയ്തു താഴേക്ക് കൊണ്ടുവന്ന് തുടങ്ങി, ഇത് അറ്റന്യൂവേറ്റ് ചെയ്തു. ഇവിടെയുള്ള പവർ നമ്മളിപ്പോൾ നേരത്തെ 85 ഉണ്ടായിരുന്നത് ഇപ്പോൾ 80 ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്വീറ്ററിൻ്റെ മെയിൻ ഒരു കാര്യം നോക്കേണ്ടത് ട്വീറ്ററിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ അവാർഡിൻ്റെ സ്പീക്കറിൻ്റെ വരുന്നത് 1200 അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഇപ്പോൾ 1200 ഹൈ പവർ, അതായത് ഇപ്പോൾ ഒരു 85 ഇതിൻ്റെ ഹൈ പവർ തന്നെ ചെല്ലുന്നുണ്ട്. അത്രയും പവർ ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അങ്ങനെ ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ, അതായത് 2400 അത് മുതലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. അതിന് താഴേക്കുള്ള ഫ്രീക്വൻസീസ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിന് താഴെയുള്ള ഫ്രീക്വൻസീസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലേക്ക് പോകുന്നുണ്ട്, ഹൈ വോളിയത്തിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ട്വീറ്റർ കേടായി പോകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ കുറച്ചും കൂടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ, കപ്പാസിറ്ററിന് ട്യൂണിങ് കൊടുക്കാം. ട്യൂണിങ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഒരു 10 UF ആണ് കിടക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 6 UF ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ, അതായത് ഇതിലേക്ക് പോകുന്നത് കട്ട് ചെയ്തിട്ട് അതിലേക്കുള്ള ഫ്രീക്വൻസീസ് കട്ട് ചെയ്ത് അത് താഴേക്ക് വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3 UF ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു 20 dB ഒക്കെ ഇവിടെ കുറയ്ക്കും. അപ്പോൾ ഇവിടേക്ക് അധികം പവർ നമ്മുടെ സ്പീക്കറിലേക്ക് പോവില്ല, നമ്മുടെ ട്വീറ്ററിലേക്ക് പോവില്ല. അങ്ങനെ ആ ട്വീറ്ററിലേക്ക് അത്രയും കുറവ് ആണ് ലോ ഫ്രീക്വൻസീസ് കയറുള്ളൂ. അങ്ങനെ കയറാത്തതുകൊണ്ട് ആ ട്വീറ്റർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ അത് മെഷർ ചെയ്തിട്ട് വേണം. അതെല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഞാൻ പറയാം. ഇനി ഇതിന് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണോ ഇതിന് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ എല്ലാവരും ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ ഇട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു പോളാർ കപ്പാസിറ്റർ ആണ്. ഇതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അങ്ങനെയുള്ള കപ്പാസിറ്റർ അല്ല AC സിഗ്നൽസിന് നമുക്ക് വേണ്ടത്. നമ്മുടെ മ്യൂസിക് സിഗ്നൽസ് വരുന്നത്, ഇലക്ട്രിക് സിഗ്നൽസ് AC സിഗ്നൽസ് ആണ് വരുന്നത്. അപ്പോൾ AC സിഗ്നൽസിന് ഇതുപോലത്തെ കപ്പാസിറ്റർ അല്ല വേണ്ടത്. അതിന് നോൺ പോളാർ കപ്പാസിറ്റർ ആണ് വേണ്ടത്. എസ്പെഷ്യലി ഇതുപോലെയുള്ള മെറ്റലൈസ്ഡ് പോളിപ്രോപ്പലൈൻ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇതുപോലെയുള്ള കപ്പാസിറ്റേഴ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുക. ക്രോസ് ഓവേഴ്സിൽ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കപ്പാസിറ്റർ ആണ്. ഇലക്ട്രോളിറ്റിക്കലും ഇതുപോലത്തെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, നോൺ പോളാർ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതുപോലത്തെ കപ്പാസിറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണ്. ഇത് നോൺ പോളാർ ആണ്. ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുപോലത്തെ കപ്പാസിറ്ററൊക്കെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഉള്ള കപ്പാസിറ്റർ ആണ്. ഇതിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഇല്ലാത്ത ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആണ്. ഇത് നമ്മുടെ മെറ്റലൈസ്ഡ് പോളിപ്രോപ്പലൈൻ കപ്പാസിറ്റർ ആണ് വരുന്നത്. ഇത് ഇലക്ട്രോളിറ്റിക് അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ട്വീറ്റേഴ്സിലേക്ക് അധികം യൂസ് ചെയ്യുക, കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി സൗണ്ട് റീപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പോളിപ്രോപ്പലൈൻ ആക്സിയൽ ടൈപ്പ് കപ്പാസിറ്റേഴ്സ് കിട്ടും ക്രോസ് ഓവറിന് വേണ്ടിയുള്ളത്. ഇത് ഏകദേശം 30 rupees ഇതിന് വരുന്നത്. ഇതിന്റെ തന്നെ കൂടിയ റേഞ്ചിലുള്ളതുണ്ട്. ഓഡിയോ ഫൈലർ, B1B അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിന്റെ ഒക്കെ വാങ്ങുകയാണെങ്കിൽ, ഡയട്രോണിന്റെ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് വരും. ഒരു 150 രൂപ മുതൽ മുകളിലോട്ട് വരും. 1000 രൂപയുടെയൊക്കെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ കപ്പാസിറ്റേഴ്സ് ഇത് നമുക്ക് ലോക്കലി അവൈലബിൾ ആണ്. ഒരു 30 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ട്വീറ്റേഴ്സിന് നിങ്ങൾ എപ്പോഴും ഇതുപോലത്തെ നോൺ പോളാർ പോളിപ്രോപ്പലൈൻ മെറ്റലൈസ്ഡ് പോളിപ്രോപ്പലൈൻ കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. നല്ല പെർഫോമൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ കപ്പാസിറ്റേഴ്സ്, പോളിപ്രോപ്പലൈൻ കപ്പാസിറ്റേഴ്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള രണ്ട് ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ എടുക്കുക, പോളാർ ആയിട്ടുള്ള എടുക്കുക. അതിൽ രണ്ടിന്റെ നെഗറ്റീവ് ഒരുമിച്ച് കണക്ട് ചെയ്യുക. നെഗറ്റീവ് ഒരുമിച്ച് സോൾഡർ ചെയ്തിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഈ രണ്ട് സൈഡ്, ഇവിടെ സിഗ്നൽ കൊടുക്കുക, ഇവിടെ നിന്ന് നമ്മൾ ട്വീറ്ററിലേക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊരു നോൺ പോളാർ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പ്രോപ്പർലി ഉള്ള നോൺ പോളാർ പോലെയല്ല എങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കപ്പാസിറ്ററിന്റെ കറക്റ്റ് വാല്യൂ നമുക്ക് മെഷർമെന്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളുടെ ഇതൊരു മൈക്കൊക്കെ വെച്ച് മെഷർ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും ഇത് പ്രാക്ടിക്കൽ അല്ല മെഷർമെന്റ്. ബിക്കോസ് ഒരു മെഷർമെന്റ് മൈക്കിന് ഏകദേശം 10,000 മുകളിൽ ചിലവ് വരും. അങ്ങനെ എല്ലാവർക്കും മൈക്ക് എന്ന് വാങ്ങി മെഷർ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പം അതുകൊണ്ട് ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഞാൻ പറയുന്നത്.
ഇതുപോലെയുള്ള 2 കപ്പാസിറ്റേഴ്സ് നിങ്ങൾ വാങ്ങി വെക്കുക. ഇത് വാങ്ങിയിട്ട് ഓരോന്നായിട്ട് കൊടുത്തു നോക്കുക. ആദ്യം ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൊടുത്തു നോക്കുക. ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ സൗണ്ട് എങ്ങനെ വരുന്നുണ്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് കൊടുത്തു നോക്കുക. ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഡബിൾ ചെയ്യും. ഡബിൾ കപ്പാസിറ്റൻസ് ആണ് വരിക. അതുപോലെ തന്നെ ഇതിങ്ങനെ സീരിയസ് ആയിട്ട് കൊടുത്തു നോക്കുക. സീരിയസ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് പകുതിയാവും. ഒരേ കപ്പാസിറ്റൻസ് ഒരേ വോൾട്ടേജും ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് പകുതിയാവും. അപ്പോൾ അങ്ങനെ നമുക്ക് പല കോമ്പിനേഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 3 കോമ്പിനേഷൻ 2 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 4.7 വാങ്ങിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സൗണ്ട് ഏതിലാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സിമുലേറ്റ് ചെയ്ത് ഇത് മെഷർ ചെയ്ത് അതിൻ്റെ ഗ്രാഫ് ഉണ്ടാക്കി അതിനെ സിമുലേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ അത് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ് പറയുന്നു. ഇതുകൊണ്ട് നമുക്കൊരു ആവറേജ് ഒരു അത്യാവശ്യം പെർഫോമൻസ് ഉള്ള സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാല്യൂ എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓഡിയോയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത്, ബോക്സ് ഉണ്ടാക്കുന്ന ഓഡിയോയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയോ ക്രേസറുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.